ലോകത്തിന് മുന്നിൽ കാശ്മീരിന്റെ പേര് പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റാനുള്ള പാകിസ്ഥാന്റെ സ്ഥിരം നാടകം ഇത്തവണ വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ്. കാശ്മീർ ഐക്യദാർഢ്യ ദിനം ആചരിക്കാൻ ഇറങ്ങിത്തിരിച്ച പാക് ഭരണകൂടത്തിന് സ്വന്തം കൺമുന്നിൽ വെച്ച് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് കാശ്മീരി ജനത. ലണ്ടൻ മുതൽ ബ്രസൽസ് വരെ പാകിസ്ഥാന്റെ മുഖം മൂടി വലിച്ചു കീറുന്ന പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കാശ്മീരികൾക്ക് വേണ്ടത് പാകിസ്ഥാന്റെ ഐക്യദാർഢ്യമല്ല, മറിച്ച് പാക് അധിനിവേശത്തിൽ നിന്നുള്ള മോചനമാണെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഐക്യദാർഢ്യം കൊണ്ടങ്ങ് കാട്ടിൽ കളയാൻ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 5-നാണ് പാകിസ്ഥാൻ കൊട്ടിഘോഷിച്ച കാശ്മീർ ഐക്യദാർഢ്യ ദിനം ആചരിച്ചത്. എന്നാൽ യൂറോപ്പിലുടനീളമുള്ള കാശ്മീരികളും പാകിസ്ഥാൻ ഭരണകൂടത്തെ എതിർക്കുന്ന വിമതരും കൈകോർത്തപ്പോൾ അത് ഇസ്ലാമാബാദിന് മറക്കാനാവാത്ത നാണക്കേടായി മാറി. UK-യിലെയും ബ്രാഡ്ഫോർഡിലും ലണ്ടനിലും ബെൽജിയത്തിലെ ബ്രസൽസിലും പാക് കോൺസുലേറ്റുകൾക്ക് മുന്നിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് ആളുകൾ പാകിസ്ഥാനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി. യുണൈറ്റഡ് കാശ്മീർ പീപ്പിൾ നാഷണൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ ഉയർന്ന പ്രധാന ആവശ്യം ഒന്നായിരുന്നു: ഞങ്ങളുടെ മണ്ണ് ഞങ്ങളുടേതാണ്, പാക് അധിനിവേശം അവസാനിപ്പിക്കുക. പാകിസ്ഥാൻ നടത്തുന്നത് ഐക്യദാർഢ്യമല്ല, മറിച്ച് വഞ്ചനാപരമായ നാടകമാണ് എന്ന് പ്രക്ഷോഭകർ തുറന്നടിച്ചു. ഇന്ത്യയിലെ കാശ്മീരികളെ കുറിച്ച് മുതലക്കണ്ണീർ ഒഴുക്കുന്ന പാകിസ്ഥാൻ അവർ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന പാക് അധിനിവേശ കാശ്മീരിൽ നടത്തുന്ന കൊടും ക്രൂരതകളും മനുഷ്യാവകാശ ലംഘനങ്ങളും മറച്ചുവെക്കാൻ നടത്തുന്ന ശ്രമമാണിതെന്ന് പ്രതിഷേധക്കാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇത്ര ശക്തമാകുന്നതെന്ന് മനസ്സിലാക്കാൻ ചരിത്രം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകും. കഴിഞ്ഞ 78 വർഷമായി പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളെ പാകിസ്ഥാൻ അടിച്ചമർത്തുകയാണ്. അവിടെ ജനാധിപത്യമില്ല, പൗരാവകാശങ്ങളില്ല. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദവും നിഴൽ യുദ്ധങ്ങളും കാരണം കഴിഞ്ഞ 7 പതിറ്റാണ്ടിനിടെ 1 ലക്ഷത്തിലധികം കാശ്മീരികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു. പാക് അധിനിവേശ കാശ്മീരിലെ നദികളും ധാതുക്കളും ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങൾ പാകിസ്ഥാൻ കൊള്ളയടിക്കുകയാണ്. തദ്ദേശീയരായ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് പുറമേ നിന്നുള്ളവരെ കുടിയിരുത്തി ജനസംഖ്യാ ഘടന തന്നെ മാറ്റുകയാണ്, ഡെമോഗ്രഫി തന്നെ മാറ്റുകയാണ് അതാണ് ഇസ്ലാമാബാദ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി. കാശ്മീരികളുടെ ചാമ്പ്യൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ കാശ്മീരികളുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുകയാണെന്നാണ് ജമ്മു കാശ്മീർ നാഷണൽ ഇൻഡിപെൻഡൻസ് അലയൻസ് ചെയർമാൻ മഹ്മൂദ് അഹമ്മദ് കശ്മീരിയെ പോലുള്ള നേതാക്കൾ ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് ഫെബ്രുവരി 5-ന് അവർ വഞ്ചനയുടെ ദിനമായി പ്രഖ്യാപിച്ചത്, ഷോ ഓഫിന്റെ ദിനമായി പ്രഖ്യാപിച്ചത്. ഈ പ്രതിഷേധങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വിജയവും പാകിസ്ഥാന്റെ കള്ളപ്രചാരണങ്ങൾക്കുള്ള മറുപടിയുമാണ്. ജമ്മു കാശ്മീരിൽ ഇന്ത്യ വികസനവും സമാധാനവും കൊണ്ടുവരുമ്പോൾ പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 1947-ൽ ഗോത്രവർഗ്ഗക്കാരെ ഉപയോഗിച്ച് കാശ്മീരിനെ ആക്രമിച്ച പാകിസ്ഥാന്റെ ചരിത്രപരമായ വഞ്ചനയെക്കുറിച്ചും പ്രതിഷേധക്കാർ ഓർമ്മിപ്പിച്ചു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാക് നയങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ വലിയ എതിർപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കാൻ പാകിസ്ഥാൻ നടത്തിയ ഒരു നീക്കമുണ്ട്. ആ നീക്കം ഫലത്തിൽ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. NDTV റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നയതന്ത്ര ഉദ്യോഗസ്ഥരെയും മാധ്യമങ്ങളെയും ഉപയോഗിച്ച് പാകിസ്ഥാൻ നടത്തിയ വമ്പൻ പ്രചാരണങ്ങളെല്ലാം തന്നെ പൊളിയുന്ന കാഴ്ചയാണ് യൂറോപ്പിൽ കണ്ടത്. ഹിപ്പോക്രസി കെട്ടിത്തൂങ്ങിച്ചത്തു. ചുരുക്കത്തിൽ കാശ്മീരിന് വേണ്ടി സംസാരിക്കാൻ പാകിസ്ഥാന് യാതൊരു ധാർമ്മിക അവകാശവുമില്ലെന്ന് കാശ്മീർ ജനത തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള കാശ്മീരിനെ ചൊല്ലി പാകിസ്ഥാൻ നടത്തുന്ന മുതലക്കണ്ണീർ നാടകം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് ലോകം ആവശ്യപ്പെടുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷണം പോലും നൽകാൻ കഴിയാത്ത പാകിസ്ഥാൻ അയൽ രാജ്യത്തെ സമാധാന തർക്കം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ്. അവർ കയ്യേറിയ മണ്ണിലെ ജനങ്ങളോട് നീതി കാണിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് തിരിച്ച് ഇന്ത്യക്ക് നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ കണ്ട് ഹിപ്പോക്രസിക്ക് തന്നെ സ്വയം നാണക്കേട് തോന്നി കെട്ടിത്തൂങ്ങി ചത്തു. ന്യൂസ് ഡെസ്ക് മലയാളം.